എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വസ്ഥകരമായ ഒരു ജീവിതം. സ്വസ്ഥതയില്ലാതെ കഴിയുന്ന ധാരാളം ആൾക്കാരുണ്ട്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തില് ഒരു വലിയ സ്വസ്ഥത തരാൻ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യമാണ് ധ്യാനിക്കുന്നത്. യേശു പറഞ്ഞൊരു വാക്കാണ് ധ്യാനിക്കാൻ പോകുന്നത്. സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കാം. സമാധാനമില്ലാത്തവരോട് കർത്താവ് പറയുക, സ്തോത്രം, സമാധാനമായി പോയി നിന്റെ സമാധാനം കെടുത്തിയ ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കാം. ഇവിടെ നമുക്ക് പഠിക്കുവാൻ കഴിയും, ഓരോ ദിവസവും ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ. അവർക്കുള്ളതെല്ലാം വിറ്റ് വൈദ്യന്മാർക്ക് കൊടുക്കുക. വൈദ്യന്മാരാൽ ഏറിയോന്ന് സഹിച്ചു. തുടക്കത്തിലെ ഒരു സന്ദേശം പറയാം, നിന്റെ രോഗത്തെ ദൈവം സൗഖ്യമാക്കുന്നില്ലെങ്കിൽ നീ കഴിക്കുന്ന ഒരു മരുന്നും പ്രയോജനപ്പെടണമെന്ന് നിർബന്ധമില്ല. എന്നാൽ നീ ഒരു മരുന്നോ, സ്തോത്രം, ഒരു മരുന്ന് കഴിക്കോ കഴിക്കാതെയോ ഇരുന്ന നീ പ്രാർത്ഥനയിൽ വിശ്വസിച്ചിരുന്നാൽ നിന്റെ രോഗത്തെ സൗഖ്യമാകും. കാരണം ബൈബിൾ പറയുക, ഞാൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന യഹോവയാകും. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കും. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ യേശുവിലുള്ള അമിതമായ വിശ്വാസം അവിടെ അകത്ത് തലപൊക്കി. സ്തോത്രം, അവൾക്ക് യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ പ്രമാണം അനുവദിക്കുന്നില്ലെങ്കിലും അവൾ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്തു. യേശുവിന്റെ വസ്ത്രത്തിൽ ചെന്ന് തൊട്ട ഉടനെ അവൾ ശരീരത്തിൽ അറിഞ്ഞു, തന്റെ ആരോഗ്യത്തെ ബാധിച്ച ബാധ തന്റെ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞുപോയി. ഞാൻ ഒരു കാര്യം ആഗ്രഹിക്കുക, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവസ്പർശനം നിനക്കും ഉണ്ടാകട്ടെ. നിന്റെ സമാധാനം കെടുത്തിയ, നിന്റെ സ്വസ്ഥത കെടുത്തിയ, നിന്റെ ജീവിതം ഒരു ബാധയെ കൊണ്ട് തകർത്തുകൊണ്ടിരുന്ന അന്ധകാര ശക്തികളെ നിന്റെ ശരീരത്തിൽ നിന്ന് പുറത്താക്കുവാൻ, സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ സ്പർശനത്തിന് കഴിയും. ഒന്നുകിൽ യേശു നിന്നെ തൊടും, അല്ലെങ്കിൽ നീ യേശുവിനെ തൊടണം. സ്തോത്രം. അവൾ സൗഖ്യമായി കഴിഞ്ഞപ്പോൾ യേശു പറയുകയാണ്, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കാം. ഇന്ന് രാവിലെ എന്താണ് മെസ്സേജ്? നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സ്വസ്ഥത വരാൻ പോകും. കഴിഞ്ഞ ദീർഘനാളുകൾ നീ ഭാരപ്പെട്ട വിഷയത്തിനകത്ത് ബാധ ഒഴിയുന്നത് പോലെ ചെറുത് ഒഴിഞ്ഞു പോകും. നിനക്ക് വലിയ സ്വസ്ഥത കർത്താവ് തരിക. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തെ ഒരു ബാധ പോലെ പിന്തുടരുന്ന അന്ധകാര ശക്തികൾ അവരെ വിട്ടുപോകട്ടെ. അവർ സ്വസ്ഥമായിരിക്കട്ടെ. അവരിൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. കർത്താവ്, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വലിയ സ്വസ്ഥത യേശു നിനക്ക് തരട്ടെ. ഗോഡ് ബ്ലെസ് യു.